സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളില് വന്ദേ മാതരം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. നിർബന്ധമാണ്, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്, സാറ് കണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നേരിടുക? ഇപ്പൊ MK മുനീർ വന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല, ഇതൊന്നും കൂടെ പുനഃപരിശോധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് രണ്ട് പക്ഷങ്ങളും നേരിടും? ഇതിനകത്തിപ്പം പക്ഷങ്ങൾ നേരിടാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉം. കാരണം എന്ന് വെച്ചാല് ഉം. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതാണ്. അതനുസരിച്ചിട്ട് 3 മിനിറ്റ് 10 സെക്കൻഡ് നേരം കൊണ്ട് വന്ദേ മാതരം 6 സ്റ്റാൻസയും ഡെസിഗ്നേറ്റഡ് ഫംഗ്ഷൻസിൽ പാടിയേ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങ്, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ്, അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണെങ്കിൽ റിപ്പബ്ലിക് ഉള്ള ചില ഫംഗ്ഷൻസ്, ഡെസിഗ്നേറ്റഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ 3 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് 6 സ്റ്റാൻസുകൾ പാടിയേ പറ്റൂ. അത് നമ്മുടെ ജനഗണമനയ്ക്ക് മുമ്പ്, ദേശീയ ഗാനത്തിന് മുമ്പ് ദേശീയ ഗീതമായിട്ട് ഈ വന്ദേ മാതരം ഇത് പാടിയേ പറ്റൂ. ഇത് ചീഫ് സെക്രട്ടറി ആ ഒരു ഉത്തരവ് ഇറക്കി എന്നുള്ളതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സമ്മേളനമാണ് ഈ പ്രിവെൻഷൻ ഓഫ് നാഷണൽ സിംബൽസ് അല്ലെങ്കിൽ നാഷണൽ സിംബൽസ് എന്നാണ് തോന്നുന്നത്. എൻ്റെ നമ്മുടെ ദേശീയ ഗാനങ്ങൾ അതേപോലുള്ള പതാക ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നവർക്കെതിരെ, അതിനെയൊക്കെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ അതിനെ മോശമായി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് നിയമം പാസ്സാക്കിയിട്ടാണ്. 3 വർഷം തടവും ഫൈനും, അതല്ലെങ്കിൽ രണ്ടും. ഇതാണ് ശിക്ഷ. അപ്പൊ ഇത് ഇപ്പൊ നിലവിലുണ്ട്. ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതേസമയത്ത് നിങ്ങൾ പാടണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നാഷണൽ ആന്തം പാടുന്ന സമയത്ത്, അതുപോലെ തന്നെ ദേശീയഗാനം പാടുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഓഡിയൻസ് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ കൂടെ പാടണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പാടാതെ നിൽക്കാം. പക്ഷെ ആ ഒരു ചടങ്ങിൽ എഴുന്നേറ്റ് നിൽക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനോട് യോജിപ്പുണ്ടാവാം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതി വന്നു കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന് ഉത്തരവ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് പാലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇനി ഇതിനകത്ത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, ഉദാഹരണത്തിന് ഇപ്പം പല ആൾക്കാരും ഇതിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും വിചാരം ഈ പറഞ്ഞാൽ എതിർക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളതാണ്. അതൊരു തെറ്റായ ധാരണയാണ്. ഉദാഹരണത്തിന് ഇത് പാടി അങ്ങോട്ട് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. മറിച്ച് ഇപ്പൊ BJPയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എതിർപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് കേരളത്തിൽ ഇപ്പൊ ചർച്ചയാവും. ഇപ്പൊ ചർച്ചയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടാവും. ഇതിനിടയ്ക്ക് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ഇപ്പൊ വന്ദേ മാതരം ഉദാഹരണത്തിന് കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കുക. കേരളത്തിൽ ഇപ്പം എന്താ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും BJPക്ക് എത്ര ശതമാനം വോട്ടാണ് വന്നിരിക്കുന്നത്? ഒരു 14% വോട്ട് കേരളത്തിലുണ്ട്. ഇപ്പോഴും ഭൂരിപക്ഷം വോട്ട് UDF-ലേക്കും LDF-ലേക്കുമാണ് പോകുന്നത്, അല്ലെ? ഇതിന് കേരളം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇപ്പോഴും 50% ഹിന്ദു സമൂഹം വരികയും ചെയ്യുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തില് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു BJP മൈൻഡഡ് അല്ലാത്ത ഭൂരിപക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരിടമാണ് കേരളം. പക്ഷേ ഏതാനും വർഷങ്ങളായിട്ട് ആൾക്കാരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു. ഈ എതിർപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ മാറ്റങ്ങൾ വരുന്നു. പിന്നെ ഈ രാഷ്ട്രീയ കക്ഷികൾ മതത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടതാണ്, അല്ലേ? അതായത് ഭൂരിപക്ഷ വർഗീയത കളിക്കാനായിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ LDF ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ BJP-യുടെയും അല്ലെങ്കിൽ NDA മുന്നണിയുടെയും പിന്നെ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന്റെയും അജണ്ട ഒന്നായിരുന്നു. UDF വരുവാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും, എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കുമെന്ന്, എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല. ഇതാണ് അതിന്റെ അടിയിലുള്ള സംഗതി. ഇതാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഹിന്ദുവിന് കൊടുത്ത പത്രസമ്മേളനം. പിന്നെ പിണറായി വിജയന്റെ അന്തരംഗം വെള്ളാപ്പള്ളി നടേശനിലൂടെ മലപ്പുറത്ത് പ്രകടമായ സംഭവം. അതിനുശേഷം വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിക്കല്. പിന്നെ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പില് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ RSSും കൂടെ പിന്നെ 77
ഉം. ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടല്ലോ എമർജൻസി കാലഘട്ടത്തിൽ നിലമ്പൂർ അതെ. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന്. ഉം. പിന്നെ അതുപോലെ തന്നെ AK ബാലൻ പാലക്കാട്ട് നടത്തിയ പ്രസ്താവന, അതായത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക, അല്ലേ? ഉം. അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. അന്ന് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ മതത്തെ എങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച് വോട്ട് നേടാമെന്നുള്ളതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഉം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വന്ദേ മാതരത്തെ കുറിച്ചിട്ടുള്ള ചർച്ച വരുന്ന സമയത്ത് വരുന്ന സംഗതി എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഭാഗീയതയിലേക്ക് പോവുകയാണ്. ഇപ്പം വളരെ പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുന്ന, പ്രതിഷേധം അറിയിക്കുന്ന വളരെ സെക്യുലറിസ്റ്റുകളായിട്ടുള്ള ഈ പുരോഗമന ആൾക്കാരുണ്ട്. ഉം. അവരൊക്കെ വളരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കും. അതേപോലെ തന്നെ യു ഡി എഫിലുള്ള ചില നേതാക്കന്മാരും എതിർക്കും. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഉത്തരവ് ഇറക്കാതെ പറ്റത്തില്ല, ഇത് പാലിക്കാതെ പറ്റത്തില്ല. ഉം. മനസ്സിലായി? അത് മാൻഡേറ്ററി ആണത്. നമ്മുടെ നിയമപരമായിട്ട് ബന്ധിക്കപ്പെട്ട സാധനമാണ്. സർ, ഈ വന്ദേമാതരം പാടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഇരിക്കുന്നുണ്ടോ? അതിന്റെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ വാക്കുകളുടെ അർത്ഥം അറിയത്തില്ല. നമ്മൾ മലയാളത്തില് 85% വാക്കുകൾ സംസ്കൃതമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലെ പലതിന്റെ അർത്ഥം നമുക്കറിയത്തില്ല. ഇപ്പൊ ഇവിടെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വലിയ നേതാക്കന്മാരുണ്ടല്ലോ, നമ്മുടെ അതുപോലെ തന്നെ ഈ ദളിത് നേതാക്കന്മാരുണ്ട്, സെക്യുലറിസ്റ്റ് നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ബ്രാഹ്മണ്യത്തിന്, സാംസ്കാരിക നേതാക്കന്മാർ ബ്രാഹ്മണ്യത്തിനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. എന്താണ് ബ്രാഹ്മണ്യം, എന്താണ് ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രൈവിംഗ് അറിയാവുന്ന ആളിന്റെ ഡ്രൈവിംഗ് വിദ്യയാണല്ലോ, അല്ലെ? ഇപ്പൊ ഡ്രൈവിംഗ് വിദ്യ അറിയാവുന്ന ആളിന് എന്താ പറയുക? ഡ്രൈവർ എന്നല്ലേ പറയുക. എന്ന് പറഞ്ഞതുപോലെ ഒരു വിദ്യയാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞത്. അത് വളരെ സാധാരണ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സാധനമല്ലത്. ബ്രഹ്മവിദ്യ, ഈ ബ്രഹ്മവിദ്യ അറിയാവുന്ന ചങ്ങാതിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു അറിവിലേക്ക് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാത്തിടത്തോളം കാലം സ്വാഭാവികമായിട്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഈ നമ്പൂതിരിമാർക്കും മറ്റുള്ള ബ്രാഹ്മണന്മാർക്കും ഇതൊരു അനുഗ്രഹമാണ്. കാരണം അവരുടെ ഈ ജാതിയുടെ ആ ഇതിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ വലിയ കേമരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ അവർക്കും അറിയില്ല സാധനം. ഇപ്പൊ ശബരിമല തന്ത്രി, എന്തുകൊണ്ടാണ് ശബരിമല തന്ത്രിയായിട്ട് ബ്രഹ്മദത്തിനെ നിയമിക്കാൻ കാരണം? അവിടെ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള K. ജയകുമാറിലിരിക്കുന്നു, സാംസ്കാരിക നായകനല്ലേ അദ്ദേഹം. ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. എന്തെല്ലാം പദവികളാണ്. തുഞ്ചത്തെഴുത്തച്ഛന്റെ നാമധേയത്തിൽ ആരംഭിച്ച മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണ്? ബ്രഹ്മദത്തിനെ, അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവിടുത്തെ തന്ത്രിക്കാണ്. നാളെ കേസ് വരുമ്പോ എങ്ങനെ ആയിക്കോട്ടെ, ധാർമ്മികമായ ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. ആ തന്ത്രിയുടെ മകനെ തന്ത്രിയാക്കിയിരിക്കുകയാണ്. അത് ഇദ്ദേഹം കത്ത് കൊടുത്തതിന്റെ പേരിൽ. ആ കത്ത് വളരെ അവാസ്തവമായ കത്തല്ലേ? ശാരീരികമായ അസ്വസ്ഥം കൊണ്ടാണ് ബ്രഹ്മദത്തിനെ നിർദ്ദേശിക്കുന്നത് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം കൊള്ളക്കേസിൽ പെട്ടുകൊണ്ട് തന്ത്രിയാൻ യോഗ്യമില്ല, അദ്ദേഹത്തിനും അറിയാം. പക്ഷെ ഉടനെ ജയകുമാർ എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വലിയ സാംസ്കാരിക നേതാവാണെന്നാണ് പറഞ്ഞത്. എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ സംസ്കാരം പ്രകടമായത്? രാമായണത്തെ കുറിച്ച് ഇന്നലത്തെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും അദ്ദേഹത്തിലൂടെ പ്രകടമായത് രാവണത്വമാണ് പ്രകടമായത്. കാരണം അക്കീരമൺ ഭട്ടതിരിപ്പാടിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് തന്ത്രി സമാജത്തെ ഒരു സമിതിയെ രൂപീകരിച്ചിട്ട് ബ്രഹ്മദത്തനെ അവരോട് പാസ്സാക്കി തരാൻ പറയുന്നു. അപ്പൊ ഈ അക്കീരമൺ നമ്പൂതിരിപ്പാട് ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ എന്ന പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ളവരെ മാത്രം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് 2016 തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് അക്കീരമൺ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന് ഈ എന്താണ് ബ്രഹ്മവിദ്യ എന്നും അറിയില്ല, എന്താണ് ഈ പറഞ്ഞ പോലെ തത്വമസി അറിയില്ല, ഒരു ചുക്കും അറിയില്ല എന്നുള്ള വ്യക്തമാണ്. അതറിയാമെന്നുണ്ടെങ്കിൽ അന്ന് ഈ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് അന്ന് അതിനിറങ്ങിത്തിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഈ ശബരിമല പോലൊരു സ്ഥാനത്തിന്റെ തന്ത്രിയായിട്ട് നിയമിക്കുന്നതിന് അധ്യക്ഷനായിട്ട് വെച്ച ജയകുമാറിന്റെ സാംസ്കാരികമായ ഔന്നത്യം എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ
ആ ഒരു പ്രതിഫലനം എങ്ങനെ അവിടെ ഉണ്ടായി? അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളതും മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടിരുന്നതിന്റെയൊക്കെ ഒരു പ്രതിഫലനം എന്താണ് ഈ തീരുമാനത്തിൽ വന്നിരിക്കുന്നത്? തീരുമാനത്തിലല്ലേ വരണ്ടേ? അവിടെയാണ് രാവണത്വം വരുന്നത്. അവിടെയാണ് രാവണനും തമ്മിൽ തിരിയുന്നത്. തീരുമാനങ്ങളിൽ ധൈര്യവും അതുപോലെ തന്നെ ഏതാണോ യുക്തമായ തീരുമാനം എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ഇത് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയിൽ പെട്ടവരാണെന്ന് നമ്മളെ ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരും അതുപോലെ തന്നെ വലിയ ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം അനുനിമിഷം അടിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡ്രൈവിംഗ് വിദ്യ അറിയുന്നതിനെ ഡ്രൈവർ എന്ന് വിളിക്കുന്നത് പോലെ ബ്രഹ്മവിദ്യ അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രം അറിയുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇവിടെ മുനി നാരായണ പ്രസാദിന്റെ ആത്മകഥയുണ്ട്, ആത്മായനം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ ബ്രാഹ്മണനാണ്. ഒരു പോലീസ് ഓഫീസറുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെ അറിയാവുന്ന ധാരണയിലാണ് ഒരു IPS ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് പറയുന്നു, നമ്മൾ തമ്മിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണന്റെ സ്ഥാനത്തും അങ്ങ് ക്ഷത്രിയന്റെ സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ അടിച്ചങ്ങ് ഉറപ്പിച്ചാൽ മതി. അപ്പൊ ഈ വന്ദേ മാതരം ചെല്ലുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റാൻസുകൾ അങ്ങോട്ട് പിന്നെ ഈ 6 സ്റ്റാൻസുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ദേവിയെക്കുറിച്ചും പിന്നെ ഭൂമിയെക്കുറിച്ചും ഭൂമിയൊക്കെ ദേവിയായിട്ടൊക്കെ സങ്കല്പിക്കുന്ന ചില ഇമേജസ് വരുന്നുണ്ട്. അപ്പൊ ഈ ദേവീ സങ്കല്പങ്ങളും ദുർഗാ ഇമേജ് ഒക്കെ ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ ബുദ്ധിജീവികളും BJP എതിർക്കുന്നവരൊക്കെ പറയുന്നത്, അതാണ് BJPയുടെ ഏറ്റവും വലിയ അനുകൂലം. കാര്യം അവർക്ക് അതിനകത്ത് നിന്നാ മതി. മറിച്ച് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ശബരിമല ഈ പറഞ്ഞ പോലെ ഈ ചർച്ചയിലേക്ക് വരുന്നവർ എപ്പോഴും പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അവിടെ ഇരിക്കുന്നതെന്ന്. മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ തത്വമസി ആരും ചർച്ച ചെയ്യത്തില്ല. ഭൂമിയിൽ ഇന്ത്യൻ ദർശനത്തിന്റെ ആത്മാവെന്ന് പറയുന്ന സാധനമാണ് ശബരിമലയില്. അതായത് ലോകത്തിൽ എങ്ങും വേറൊരു സ്ഥലത്തില്ല, ഇന്ത്യയിലും ഇല്ല, ലോകത്തെങ്ങും ഇല്ല. അവിടെ ഈ ഭക്തനും അത് ദേവതയും ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു ദർശനമാണ് അവിടെ പ്രകടമാക്കുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ മൂടി വെക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഓരോന്ന് ലേബൽ ചെയ്തിട്ട് ഇത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു. മറിച്ച് എന്താണ് ദുർഗ എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ദേവി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്കിപ്പോ സംസ്കൃതം അധികാരത്തിന്റെ ചിഹ്നമാണ്, അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബുദ്ധിജീവികളും സാംസ്കാരിക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കാരും പറയുന്നത്. ഇവിടെ ദുർഗ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, ഗമിക്കാൻ പ്രയാസമുള്ളത് ദുർഗ. അതായത് പ്രകൃതി, സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ചിന്തിക്കുന്ന പ്രതിരൂപമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, ഗമിക്കാൻ പ്രയാസമാണ്. പ്രകൃതിയെ നമുക്ക് ഗമിക്കാൻ പ്രയാസമാണ്. അപ്പോ ആ ഗമിക്കാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്താണോ അതിനെയാണ് ദുർഗ എന്ന് പറയുന്നത്. ആ ദുർഗയുടെ ഉദാഹരണത്തിന് ബംഗാളിലേക്ക് പോവുക. ബംഗാളിലേക്ക് കനു സന്യാൾ മറ്റേ നക്സലൈറ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ പോയാലും പിന്നിൽ ദുർഗയുടെ ചിത്രം ഉണ്ടായിരുന്നു. കൽക്കട്ടയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർഗാപൂജയ്ക്ക് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പന്തലിടുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പൊ ദുർഗയ്ക്ക് 6 കൈകളുണ്ട്. അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണത്. ഒരേ സമയത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ജോലികൾ ആണുങ്ങൾ കണക്കല്ല, പല പല ജോലികൾ, മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന സാധനങ്ങൾ അനായാസം സ്ത്രീകൾ ചെയ്യും. അപ്പോ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അവന്റെ അമ്മയിൽ ദുർഗയെ കാണാം, ഒരേ സമയം പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ്. ചില തത്വങ്ങളുടെ, ചില സത്യങ്ങളുടെയൊക്കെ എക്സ്പ്രഷനാണിത്. അല്ലാതെ ഈ എക്സ്പ്രഷനാണ് ആത്യന്തികം എന്ന് വിചാരിക്കുമ്പോഴത്താണ് ഈ പറഞ്ഞതുപോലെ ദേവിയും ഒക്കെ മതവും അതേപോലെ തന്നെ ഈ ബ്രാഹ്മണനും ഒക്കെ കയറി വരുന്നു. അപ്പൊ ഈ ഒരു മൂടുപടലത്തിനെ അതേപടി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നവരും അതേപോലെ തന്നെ ഈ മറ്റേ എപ്പോഴും എന്താ പറയാ ബുദ്ധിജീവികളും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ചെയ്യുന്ന സംഗതി. ഇതാണ് BJPക്ക് വേണ്ടത്. ഇപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ വന്ദേ മാതരം ഇപ്പൊ ചെല്ലുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇനി ആഗസ്റ്റ് 15 തൊട്ട് മുമ്പും
അതിനുശേഷമുള്ള ഏതാനും ദിവസങ്ങളിൽ ഇതായിരിക്കും ചർച്ചകൾ വരുന്നത്. അപ്പൊ ഈ ചർച്ചകളിലൂടെ സ്വാഭാവികമായിട്ടും ഇത് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ദേവി എന്നുള്ള സാധനം ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാവുക അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിനായിരിക്കും. അപ്പൊ ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് കൂടുതൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കുന്ന സംഗതിയാണ്, അല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതി. ഉദാഹരണത്തിന് ഭാരതാംബ, കേരളത്തിൽ വാസം പറഞ്ഞാൽ ഈ RSSന്റെ ഭാരതാംബയെ കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാജ്ഭവനില് കൃഷിമന്ത്രി P. പ്രസാദ്, അന്നത്തെ മന്ത്രി, ചെന്ന സമയത്ത് ഗവർണർ ഈ ഭാരതാംബയെ അവിടെ വെച്ച് പൂവിട്ട് പൂജിച്ചു, അല്ലെങ്കിൽ പൂവിട്ടുകൊണ്ടാണ് തുടങ്ങിയത്. ഉടനെ P. പ്രസാദ് പ്രതിഷേധിക്കുന്നു, പിന്നെ ശിവൻകുട്ടി അത് ബഹിഷ്കരിക്കുന്നു. കേരളത്തിൽ വലിയ സംഭവം. പിന്നെന്തായി? പിന്നെ ഗവർണർ പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ ഒരു ഫംഗ്ഷനിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. SFI സമരം ഏറ്റെടുക്കുന്നു. ആകെ തല്ലി പൊളിച്ചാകെ പ്രശ്നം. കേരളത്തിന്റെ പല ഭാഗത്തും ഭാരതാംബ ആരാധന വരുന്നു. കഴിഞ്ഞ ഓണത്തിന് കൊല്ലം ജില്ലയിലെ ഏതോ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ഭാരതാംബയുടെ പൂക്കളം ഇട്ടിട്ട് അവിടെ സുരേഷ് ഗോപി എത്തുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ഭാരതാംബ വളരെയധികം പ്രചാരത്തിലേക്ക് എത്തി. മറിച്ച് അല്പം ഈ പറഞ്ഞതുപോലെ ഭാരതം എന്താണെന്നോ ഭാരതത്തിന്റെ ദർശനം എന്താണെന്നോ അതല്ലെങ്കിൽ അതിന്റെ സിംബൽസ് എന്താണെന്നോ അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഗവർണറുടെ ഫംഗ്ഷനിൽ വെച്ച് കൃഷിമന്ത്രി പറയുമായിരുന്നു, ഭാരതാംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം വസുധൈവ കുടുംബകമാണ്. ഭാരതത്തിന്റെ ദർശനം ഭൂമിയെ ഒന്നിച്ചിട്ടാണ് കാണുന്നത്, വേർതിരിച്ചിട്ടല്ല. മുഴുവൻ ഭൂമിയെയാണ്. ആ ഭൂമിയിലുള്ള സകല മനുഷ്യരെ ഒരു കുടുംബത്തിലെ പോലെയാണ് കാണുന്നത്. അല്ലാതെ ഇന്ത്യയുടെ മാത്രം അമ്മയല്ല ഭാരതാംബ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുകയായിരുന്നുണ്ടെങ്കിൽ ഗവർണർക്ക് അവിടെ തല താഴ്ത്തിയിരിക്കേണ്ടി വരുമായിരുന്നു. രണ്ട് പൂക്കൾ, ആ ഭൂമി എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇപ്പം സാർവലൗകികം മറ്റേ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവും കൂടിയല്ലേ പ്രസാദ്. അതിന്റെ പേരിൽ ആ സാർവലൗകികതയുടെ പേരിൽ ഇരിക്കട്ടെ, എന്റെ സാർവലൗകികതയ്ക്കുള്ള രണ്ട് പൂക്കളൊന്നും ഇട്ട് പോയി കഴിഞ്ഞ് വന്നിരുന്നുവെങ്കിൽ ഇതാരും അറിയത്തില്ലായിരുന്നു. ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു RSSന്റെ ആ രൂപത്തെ, ആ ചിഹ്നത്തെ ആരും തിരിച്ചറിയുകയില്ല. മറിച്ച് അവിടെയാണ് ഗവർണറുടെ ബുദ്ധി കാണേണ്ടത്. ഗവർണറുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ RSSന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. അത് അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ ഇരട്ടി രീതിയിൽ ഈ CPM-ഉം CPI-ക്കാരും നമ്മുടെ ഇവിടുത്തെ പുരോഗമനക്കാരും എല്ലാവരും കൂടെ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇതേ സംഗതി തന്നെയാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ വന്ദേ മാതരത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു 14% വന്ന് നിൽക്കുന്നു, അല്ല 20% അടുക്കുന്നു. ഭൂരിപക്ഷം ഈ ഹിന്ദു സമുദായക്കാരും BJPക്കാരായിട്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്ന ഒരു ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. CPI നേതാക്കന്മാരുടെ വീടുകളിൽ ഉള്ള ആൾക്കാരെല്ലാം മഹാഭക്തരുമാണ്, അല്ലെ? ഇപ്പൊ പിണറായി വിജയന്റെ മകൻ തന്നെ കുടുംബസമേതം ഗുരുവായൂർ പോയിരിക്കുന്നു, നമ്മൾ കണ്ടതല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യര് പലരും ഇപ്പൊ ചെയ്യുന്നത് അമ്പലത്തിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെറ്റിയിലെ ചന്ദനം മായ്ച്ചു കളയുന്ന അവസ്ഥ വരുന്നുണ്ട്. ക്രമേണ ഇത് വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നും, അവർക്കും ഒരു ഭീതി വരുന്നു, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ പ്രതിരോധത്തിന്റെ രീതി ഉണ്ടാവും. ആ സംഗതിയിൽ വെച്ചിട്ടാണ് ഇവിടെ BJP വളരുന്നത്. അങ്ങനെയുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് 3 സീറ്റ് കേരള അസംബ്ലിയിൽ ഇപ്പോൾ ഉണ്ടായത്. കേരള അസംബ്ലിയിൽ ഇപ്പോൾ ഉണ്ടായ 3 സീറ്റിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BJP പ്രവർത്തകരൊന്നും അല്ല. ഇവിടുത്തെ CPM-കാരും ഇവിടുത്തെ സെക്യുലറിസ്റ്റുകളും ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ പുരോഗമനവാദികളുമാണ്. അപ്പൊ ആ പ്രവർത്തനം ഇപ്പൊ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടരണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ആ ആവശ്യത്തിലേക്കാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മുനീറിന്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്കായിരിക്കും സംഭാവന ചെയ്യുക. അപ്പൊ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഒരാഴ്ച ചർച്ച ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചർച്ച കഴിയും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, പ്രതിഫലനം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അതേ സമയത്ത് ദൂരവ്യാപകമായിരിക്കും.